ഹായ് ഓൾ, എല്ലാവർക്കും അഹവ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. അഹവ ഫാമിലിയിൽ മെമ്പേഴ്സായിട്ടുള്ള ഓരോരുത്തരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. സോ ഇംഗ്ലീഷ് ഗ്രാമറിലും ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലും ഇംഗ്ലീഷിൻ്റെ ഏതൊരു തലത്തിലെടുത്താലും ഓക്സിലറി വെർബ്സ് അഥവാ സഹായക ക്രിയയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്സിലറി വെർബ്സിനെ കുറിച്ച് ബേസിക്കായിട്ട് ഒരു ഐഡിയ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഗ്രാമർ ശരിയായി പഠിക്കുവാൻ, അതായത് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇംഗ്ലീഷ് ശരിയായി സംസാരിക്കുവാൻ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഓക്സിലറി വെർബ്സിൻ്റെ ഉപയോഗം. അപ്പോൾ എന്താണ് ഓക്സിലറി വെർബ്സ്, ഓരോ ഓക്സിലറി വെർബ്സിൻ്റെയും ശരിയായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഓക്സിലറി വെർബ്സിനെ ജനറൽ ആയിട്ടൊരു ഐഡിയ നമ്മൾ തരും. സഹായക ക്രിയ എന്താണ്, സഹായക ക്രിയ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഒന്ന് നോക്കാം. ദ വെർബ് വിച്ച് ആഡ്സ് ഗ്രാമാറ്റിക്കൽ ഓർ ഫങ്ഷണൽ മീനിങ് ടു എ മെയിൻ വെർബ്. ഇറ്റ് യൂഷ്വലി അക്കമ്പനീസ് എ മെയിൻ വെർബ്. അതായത് ഓക്സിലറി വെർബ് അഥവാ സഹായക ക്രിയ എന്ന് പറയുന്നത് മെയിൻ വെർബിനെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓക്സിലറി വെർബിൻ്റെ മറ്റൊരു പേരാണ് ഹെൽപ്പിംഗ് വെർബ്. എന്താണ് ഹെൽപ്പിംഗ് വെർബ്? എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന വെർബ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. സോ ദ വെർബ് വിച്ച് ആഡ്സ് ഗ്രാമാറ്റിക്കൽ, അല്ലേ? അപ്പം ഗ്രാമാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലം, അതിൻ്റെ സമയം, അല്ലെങ്കിൽ അതിൻ്റെ ധ്വനി എന്താണ്, ഒരു സെൻറ്റൻസിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. അതിന് ഒരു വേർബ് എടുത്താൽ അതിന് ഫങ്ഷണലായിട്ട് ഒരു മീനിങ് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തി എപ്പോഴാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, അപ്പോൾ ഒരു വേർബ് എടുത്താൽ ആ വേർബിന് ഫങ്ഷണലായിട്ടൊരു മീനിങ് നൽകാൻ സഹായിക്കുന്ന വേർബ്സിനെയാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അപ്പം ഓക്സിലറി വെർബിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടാവും, പ്രവൃത്തി ചെയ്യുന്ന ആളുണ്ടാവും, പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതായത് ഓക്സിലറി വെർബിൻ്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? ഒരു മെയിൻ വെർബും ഉണ്ടായിരിക്കും. ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് ഓക്സിലറി വെർബിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഓക്സിലറി വെർബ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ബോക്സിൽ കാണുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ്സിൻ്റെ ഫങ്ഷൻ അഥവാ പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ ടെൻസ് പറയുക. ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ സമയം, അത് എപ്പോൾ നടക്കുന്നു, അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും കേട്ടുപരിചയമുള്ളൊരു വേർഡായിരിക്കും ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം. ഏത് കാലത്ത് ഒരു പ്രവൃത്തി നടത്തപ്പെടുന്നു, നടന്നു കഴിഞ്ഞോ, അതോ ഇപ്പോൾ നടക്കുന്നോ, അതോ ഇനി വരാനുള്ളതാണോ? അപ്പം അതിന് ഓരോന്നിനും മീനിങ് ഫുള്ളായിട്ട്, ഓരോ വേർബിനെ മീനിങ് ഫുള്ളാക്കി മാറ്റുവാൻ സഹായിക്കുന്ന ഒരു വേർബാണ് ഓക്സിലറി വെർബ്. രണ്ടാമതായിട്ട് മൂഡ്, മനോനില. മൂന്നാമത് വോയിസ്, ധ്വനി. അതായത് ഷൗട്ടിംഗ് ആണോ, അതോ എൻ്റെ പെർമിഷൻ ആണോ, റിക്വസ്റ്റ് ആണോ? ഓക്കെ, അങ്ങനെയുള്ള ധ്വനി. അതായത് നമ്മളീ പറയാം, ഞാനങ്ങ് വന്നേക്കാം, ഞാൻ തീർച്ചയായിട്ടും അവിടെ വരും, അല്ലേ? രണ്ടും ഒരു സെൻറ്റൻസ് തന്നെയാണ്, ഒരു മീനിങ് തന്നെയാണ്, പക്ഷെ അതിൽ ധ്വനി രണ്ടാണ്. ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നു, ഒന്ന് വേണമെങ്കിൽ വരാം, അല്ലേ? അങ്ങനൊരു ധ്വനി, അതായത് നമ്മൾ പറയുന്നതിൻ്റെ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ എംഫസൈസ്, ഊന്നൽ, ഊന്നി പറയുക, ബലം കൊടുത്ത് പറയുക, അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയുക. റിക്വസ്റ്റ്, അപേക്ഷകൾ, അപേക്ഷിക്കാൻ, നമുക്ക് അപേക്ഷകളായിട്ട് വേർബ്സിനെ മാറ്റാൻ സഹായിക്കുന്നതാണ് എന്ത്? ഓക്സിലറി വെർബ്സ്. അടുത്തത് ഓർഡർ, കൽപ്പനകൾ. എബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാം, സാധ്യത, പോസിബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാം. അനുമാനങ്ങൾ, പ്രോബബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാം. സോ കാലം, മനോനില, ധ്വനി, ഊന്നൽ, അപേക്ഷ, കൽപ്പന, കഴിവ്, സാധ്യത, തീരുമാനം. അതായത് ടെൻസ്, മൂഡ്, വോയിസ്, എംഫസൈസ്, റിക്വസ്റ്റ്, ഓർഡർ, എബിലിറ്റി, പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി. സോ ഇത്രയും ഫങ്ഷൻസ് ആണ് ഒരു ഓക്സിലറി വെർബിന് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കുറച്ച്
സെൻറ്റൻസ് തരികയാണ്. സോ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഓക്സിലറി വെർബ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തിൽ ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്, നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഏതൊക്കെയാണ് ഓക്സിലറി വെർബ് എന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ കണ്ടുപിടിച്ചാലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓരോ സെൻറ്റൻസ് അനലൈസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ, റോയി ഈസ് ഓപ്പറേറ്റിംഗ് റേഡിയോ. റോയി ഈസ് ഓപ്പറേറ്റിംഗ് റേഡിയോ, അതായത് ഇവിടുത്തെ മെയിൻ വെർബായ ഓപ്പറേറ്റ് അല്ലേ, പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈസ് എന്നുള്ള സഹായക്രിയ. രണ്ടാമത്തെ, റോയി ഈസ് എ സിംഗർ. റോയി ഈസ് എ സിംഗർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, റോയിയുടെ ഒരു ക്വാളിറ്റി പറയുകയാണ്, റോയി ഈസ് എ സിംഗർ. പക്ഷേ ഇവിടെ ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബായിട്ടല്ല, മെയിൻ വെർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. റോയി ആരാണ്? റോയി ഒരു പാട്ടുകാരനാണ് അല്ലേ, അവിടെ പ്രവൃത്തിയൊന്നുമില്ല, അവിടെ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, വെർബ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ഷനെയോ ഒരു സ്റ്റേറ്റിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഇവിടെ ഈസ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്തു, ഒരു മെയിൻ വെർബ് അല്ലെങ്കിൽ ഒരു ലിങ്കിങ് വെർബായിട്ട് ആക്ട് ചെയ്തു. ലിങ്കിങ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോയി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒരു കോംപ്ലിമെൻ്റ്, ഒരു പ്രത്യേകത അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. റോയി ഈസ് എ സിംഗർ. ഓക്കെ, സോ അവിടെ ഈസ് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ വെർബ് അല്ലെങ്കിൽ ഒരു ലിങ്കിങ് വെർബായിട്ടാണ് അവിടെ ആക്ട് ചെയ്തത്. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, അവിടെ ആം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന വെർബിൻ്റെ ഒരു ഫോമാണ്, പക്ഷേ അതും ഒരു സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഞാൻ ആരാണ്? ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. മനസ്സിലായോ? സോ ആം എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്, പക്ഷേ അത് ഈ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ്, ഒരു ലിങ്കിങ് അല്ലെങ്കിൽ ഒരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, ഓക്സിലറി വെർബായിട്ടല്ല. സോ അപ്പം നമുക്ക് ഇതിനകത്ത് നിന്നൊരു കാര്യമുണ്ട്, ആ കൺക്ലൂഷൻസ് നമ്മൾ ഈ സെൻറ്റൻസ് പഠിച്ചതിന് ശേഷം നമ്മൾ പറയും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോയിയുടെ കൂടെ ഈസ് എന്നാണ് വന്നത്, ഐയുടെ കൂടെ ആം എന്നാണ് വന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓക്സിലറി വെർബിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇനി നാലാമത്തെ ഒരു ചോദ്യമാണ്, ആർ ദേ പ്ലേയിങ് പിയാനോ നൗ? അവർ ഇപ്പോൾ പിയാനോ വായിച്ചു കൊണ്ടിരിക്കുകയാണോ? മനസ്സിലായോ? അപ്പോൾ അവിടെ ആർ ദേ പ്ലേയിങ്, മനസ്സിലായോ അല്ലേ? അവിടെ ഈസ് ദേ പ്ലേയിങ് എന്ന് നമുക്ക് എഴുതാമായിരുന്നു എന്ന് ചോദിച്ചേക്കാം അല്ലേ, പറ്റത്തില്ല. അപ്പം അതിന് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അതിന് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്നുള്ളതാണ്, അത് നമ്മൾ പഠിക്കും. അപ്പം ഓക്സിലറി വെർബ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പഠിക്കും. സോ ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആകുന്നു. മനസ്സിലായോ? അപ്പം ഈസ്, ആം, ആർ അല്ലേ, എല്ലാത്തിൻ്റെയും മീനിങ് എന്താണ്, ആകുന്നു എന്നാണ്. പക്ഷേ അത് സബ്ജക്റ്റിനനുസരിച്ചും കാലത്തിനനുസരിച്ചും എന്ത് ചെയ്യുന്നു, മാറുന്നു. ഓക്കെ, ഇനി അഞ്ചാമത്തേത്, ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുകയില്ല. ഐ ഡു നോട്ട് പ്ലേ. പ്ലേ എന്ന് പറയുന്നതാണ് അവിടുത്തെ മെയിൻ വെർബ്. അപ്പം എന്താണ്, കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നില്ല. ഡു നോട്ട്, ചെയ്യുന്നില്ല. അപ്പം ഞാൻ കളിക്കുന്നില്ല. ഓക്കെ, അപ്പം അവിടെ ആ കളിക്കുക എന്നുള്ള പ്രവൃത്തിക്ക് ഒരു എന്ത് ചെയ്യുന്നു, ഗ്രാമാറ്റിക്കലായിട്ടും ഫങ്ഷണലായിട്ടും മീനിങ് കൊടുക്കുന്നതാണ് അവിടെ ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ചെയ്യുന്നത്. ആറാമത്തെ, ഡു യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? അതൊരു ചോദ്യമാണ് അല്ലേ, അവിടെ ഡു എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. നീ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? കളിക്കുക എന്നുള്ള പ്ലേ എന്ന വെർബിൻ്റെ കൂടെ ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാക്കണം. നീ ചെയ്യാറുണ്ടോ? മീൻസ് ഡു യു പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? മനസ്സിലായോ? അപ്പോൾ അവിടെ പ്ലേ എന്നുള്ളതിൻ്റെ വെർബിനെ എന്ത് ചെയ്തു, സഹായിച്ചു. ആര്? ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. ഏഴാമത്തെ, ഷീ ഡസ് നോട്ട് ലൈക്ക് ടീച്ചിങ്. അവൾക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ടീച്ച് എന്നുള്ള മെയിൻ വെർബിനെ എന്ത് ചെയ്യുന്നു, സഹായിക്കുകയാണ്. ഷീ ഡസ് നോട്ട് ലൈക്ക് അല്ലേ, ഷീ ഡസ് നോട്ട് ലൈക്ക്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡു യു പ്ലേ ക്രിക്കറ്റ്. അതേസമയം ഷീ വന്നപ്പോൾ എന്തായി, ഡസ് ആയി. ഡൂവും ഡസും
മീനിങ് എന്താണ്? ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സെയിം മീനിങ് ആണ്. പക്ഷേ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നപ്പോൾ ഡസും, യു എന്ന സബ്ജക്റ്റ് വന്നപ്പോൾ എന്താ? ഡൂവും വന്നു. അതാണ് നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നൊരു സാധനം എന്താ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സബ്ജക്റ്റിൻ്റെ വെർബ് എഗ്രിമെൻറ്റിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കും. അത് പഠിച്ചാലേ നമുക്ക് ഓക്സിലറി വെർബിൻ്റെ ബേസിക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എട്ടാമത്തെ, ദ ബോയ് ഹാസ് ലേൺഡ് എ ലെസൺ. ദ ബോയ് ഹാസ് ലേൺഡ് എ ലെസൺ. അവൻ ഒരു പാഠം പഠിച്ചു. അവൻ ഒരു പാഠം പഠിച്ചു. മനസ്സിലാവും? അവൻ പൂർത്തിയായ ഒരു പ്രവൃത്തിയെ പറ്റി പറയുകയാണ്. പൂർത്തിയായ ഒരു പ്രവൃത്തിയെ പറ്റി പറയുന്നതാണ് ഹാസ്. ദ ബോയ് ഹാസ് ലേൺഡ് എ ലെസൺ. ലേൺ പഠിക്കുക എന്നുള്ള പ്രവൃത്തിയുടെ പൂർണ്ണമായി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? ദ ബോയ് ഹാസ് ലേൺഡ് എ ലെസൺ. ഒൻപതാമത്തെ, വി ഹാവ് വിസിറ്റഡ് ദ UK 4 times. ഞാൻ അല്ലെങ്കിൽ നമ്മൾ UK 4 വട്ടം സന്ദർശിച്ചിട്ടുണ്ട്, അല്ലെ? സന്ദർശിച്ചിട്ടുണ്ട്, പൂർത്തിയായി കഴിഞ്ഞൊരു കാര്യം, ഒരു ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണ്. സോ അവിടെ ഹാവ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ വി ഹാവ് വിസിറ്റഡ്. വിസിറ്റ് സന്ദർശിക്കുക എന്നുള്ള പ്രവൃത്തിയെ സഹായിക്കുകയാണ് ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കണേ, പത്താമത്തേത്, വി ഹാവ് എ കാർ. മനസ്സിലായോ? അപ്പം ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ. ഇവിടെ പറയുന്നത് എന്താ? ഐ ഓൺ എ കാർ അല്ലെങ്കിൽ വി ഓൺ എ കാർ. വി ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വി ഓൺ എ കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാവ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ വെർബായിട്ട് അല്ലെങ്കിൽ ലിങ്കിങ് വെർബായിട്ട് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് മെയിൻ വെർബിനെ സഹായിക്കുന്നതാണ്. ഇനി ഓക്സിലറി വെർബ്സിന് എന്തായിട്ട് ആക്ട് ചെയ്യാം? മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യാം. ഇനി ഓക്സിലറി വെർബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. നമുക്ക് തോന്നുന്ന പോലെ ഓക്സിലറി വെർബ് ഉപയോഗിക്കാൻ പാടില്ല. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇനി അതുപോലെ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ സഹായിക്കും? മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. ഓക്കെ, ഓക്സിലറി വെർബ് കൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഇനി ഓക്സിലറി വെർബിനെ തന്നെ അല്ലെങ്കിൽ സഹായക ക്രിയയെ തന്നെ 3ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 24 ഓക്സിലറി വെർബ് നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം ഈ ഓക്സിലറി വെർബ്സിനെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് പ്രൈമറി ഓക്സിലറി വെർബ് അഥവാ പ്രധാന സഹായ ക്രിയ. ഓക്കെ, രണ്ടാമത്തേത് മോഡൽ ഓക്സിലറി വെർബ്. ഓക്കെ, മൂന്നാമത്തെ മാർജിനൽ മോഡൽ വെർബ്സ്. ഓക്കെ, അപ്പം എന്താണ് പ്രൈമറി ഓക്സിലറി വെർബ്? പ്രൈമറി ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ടെൻസിനെ, ഇംഗ്ലീഷിലെ എല്ലാ ടെൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സഹായിക്കുന്നത്. അപ്പം ടെൻസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെൻസ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഓക്സിലറി വെർബ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏകദേശം നമുക്ക് 12 ടെൻസോളം ഉണ്ട്. ഒരു പാടുമില്ല. നമ്മൾ പണ്ട് ഓരോ സ്ട്രക്ചേഴ്സ് എഴുതി പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അങ്ങനൊന്നും നിങ്ങൾ പാടുപെടേണ്ട. നിങ്ങൾക്ക് ഓക്സിലറി വെർബ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായാൽ നിങ്ങൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ട്രിക്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഓരോ ഓക്സിലറി വെർബ്സിനെ അനലൈസ് ചെയ്ത് ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഏതൊക്കെ ഓക്സിലറി വെർബ്സിനെ ഉപയോഗിക്കാം, മലയാളത്തിൽ അർത്ഥത്തോടുകൂടി ഏതൊക്കെ സാഹചര്യത്തിൽ ഒരു ഓക്സിലറി വെർബ് ഇന്നടത്ത് ഉപയോഗിക്കാം, അല്ലേ? ഇനി നമുക്ക് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. സിമ്പിൾ ടെൻസിനെ റെപ്രസെൻ്റ് ചെയ്യും, കണ്ടിന്യൂസ് ടെൻസിനെ റെപ്രസെൻ്റ് ചെയ്യും, പെർഫെക്റ്റ് ടെൻസിനെ റെപ്രസെൻ്റ് ചെയ്യും. സോ ഓക്കെ, പ്രൈമറി ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യും.
എന്ത് ചെയ്യും? ടെൻസിനെ റെപ്രസെൻ്റ് ചെയ്യും, പിന്നെ പാസീവ് വോയിസിനെ റെപ്രസെൻ്റ് ചെയ്യും. എന്താണ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ? രാമൻ എന്ത് ചെയ്തു? രാവണനെ കൊന്നു അല്ലേ? രാമൻ രാവണനെ കൊന്നു. അപ്പൊ രാവണനെ കൊന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവാണ്. രാമൻ രാവണനെ കൊന്നു. പക്ഷെ ഇനി അതേ സെന്റൻസ് നമ്മൾ പറയാണ്, രാവണൻ കൊല്ലപ്പെട്ടു. രാവണൻ കൊല്ലപ്പെട്ടു. അവിടെ രാമനല്ല പ്രത്യേകത, രാവണനെയാണ് നമ്മൾ പറയുന്നത്. രാവണൻ കൊല്ലപ്പെട്ടു. ആരാൽ? അല്ലേ? രാമനാൽ കൊല്ലപ്പെട്ടു അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. സോ പാസീവാണ്. മനസ്സിലായോ? ഓക്കെ, അകർമ്മക ക്രിയ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സോ പാസീവ് വോയിസിനെ റെപ്രസെൻ്റ് ചെയ്യാനും നമ്മൾ പ്രൈമറി ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യും. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ ഓക്സിലറി വേർബ്. മോഡൽ ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ മൂഡ്, വോയിസ്, റിക്വസ്റ്റ്, ഓർഡർ, പെർമിഷൻ, പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി, ഇത്രയും കാര്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരാളുടെ എബിലിറ്റി. ഓക്കെ, അപ്പോൾ മൂഡ്, ഒരാളുടെ മൂഡ്. ഇപ്പം മോഡാൽ വേർബ് അല്ലേ? മോഡാൽ ഓക്സിലറി വേർബ് എന്നാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ മൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മൂഡ് എന്ന് പറഞ്ഞാൽ ഏത് മൂഡിലാണ് അയാൾ ഇരിക്കുന്നത്. അയാൾക്ക് മനസ്സുണ്ടോ, അല്ലെങ്കിൽ അയാൾ ഓർഡർ ചെയ്യുകയാണോ, അയാൾ റിക്വസ്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ അതിൻ്റെ അയാളുടെ ഏത് വോയിസിലാണ് പുള്ളി പറയുന്നത്, പ്രോബബിലിറ്റി ആണോ പോസിബിലിറ്റി ആണോ എന്ന് പറയുന്നതാണ്. അപ്പം മോഡൽ ഓക്സിലറി വേർബ്സിന് സെപ്പറേറ്റ് ഒരു ഗ്രാമർ റൂളാണ്. പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ ടെൻസിൻ്റെ മെയിൻ ഘടകമാണ് എന്ത്? പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് മാർജിനൽ മോഡൽ വേർബ്സ്. മാർജിനൽ മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ നെസസിറ്റിക്കും അഡ്വൈസിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ്സിനെയാണ് നമ്മൾ മാർജിനൽ മോഡൽ വേർബ്സ് എന്ന് മാർജിനൽ മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പ്രൈമറി ഓക്സിലറി വേർബ്സ് 3 എണ്ണമാണ് മെയിനായിട്ട്. ഡു, ബി ആൻഡ് ഹാവ്. ഡൂവിന് തന്നെ 3 ഫോംസ് ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. ഇനി ബി. അപ്പോൾ ഡൂവിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ടെൻസസിനെ എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡു ഉപയോഗിച്ചാണ്. ഈ റൂള് ഗോൾഡൻ റൂളാണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഡു എവിടെ ഉപയോഗിക്കുന്നു അതെല്ലാം സിമ്പിൾ ടെൻസ് ആയിരിക്കും. മനസ്സിലായോ? സിമ്പിൾ ടെൻസിലേ നമ്മൾ ഡു ഉപയോഗിക്കുകയുള്ളൂ. അടുത്തത് ബി എന്ന് പറയുന്നത് ബി ആയിട്ട് നമ്മൾ ഒരിടത്തും യൂസ് ചെയ്യുന്നില്ല. ബിക്ക് 5 ഫോം നമുക്കുണ്ട്. ഈസ്, ആം, ആറ്, വോസ്, വേർ. മനസ്സിലായോ? ഈസ്, ആം, ആറ്, വോസ്, വേർ. അപ്പം ബി എന്ന് പറയുന്ന ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. മനസ്സിലായോ? അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ബി എന്ന് പറയുന്ന വേർബ് ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത്. ബിയുടെ 5 ഫോംസ് ആണ് ഈസ്, ആം, ആർ, വോസ്, വേർ. അടുത്തത് ഹാവ്. ഹാവ് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ടെൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ടെൻസ് അല്ലേ? മീൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പം പെർഫെക്റ്റ് ടെൻസിൽ ഹാവ് എവിടെ ഉപയോഗിക്കുന്നു അതെന്തായിരിക്കണം? പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. പറഞ്ഞ് മനസ്സിലായോ? സോ ഹാവിനും 3 ഫോം ഉണ്ട്. ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. മനസ്സിലായോ? ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വെർബ്. മോഡൽ ഓക്സിലറി വെർബ് നമ്മൾ പറഞ്ഞു എബിലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ വില്ല്, ഷാല്, വുഡ്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. വില്ല്, ഷാൽ, വുഡ്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഓക്കെ. വില്ലും ഷാലും ഫ്യൂച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. വുഡും ഷുഡും അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ക്യാൻ, കുഡ് കഴിയും എന്നുള്ളതിന് എബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. മേ ഓർ മൈറ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ്, പോസിബിലിറ്റി, പ്രോബബിലിറ്റി എന്നിവയെ റെപ്രസെൻ്റ് ചെയ്യാൻ സൂചിപ്പിക്കുന്നു. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡറിനെ സൂചിപ്പിക്കുന്നു. അപ്പം അത് ഒരാളുടെ മൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം അതാണ് മോഡൽ ഓക്സിലറി വെർബ്. ഇനി മാർജിനൽ മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. നീഡ്, ഡെയർ, ought to and need to. Okay, need, dare,
ought to, need to and used to. ഓക്കെ, അപ്പോൾ അത് മാർജിനൽ മോഡൽ വേർബ്സ് ആണ്. മനസ്സിലായോ? ഇനി ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്നാണ്, ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് മെയിൻ വെർബിനെ സഹായിക്കുന്നു. അതെപ്പോഴും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് പാലിച്ചിരിക്കണം. മാത്രമല്ല അതെന്ത് ചെയ്യുന്നു, ഒരു മെയിൻ വെർബിനെ, ടെൻസിനെ മീൻസ് കാലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിൻ്റെ മൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിൻ്റെ മാർജിനൽ അല്ലെങ്കിൽ ഡിസിഷനെ അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു, നെസസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഈ ഓരോ ഓക്സിലറി വെർബിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മനസ്സിലാക്കുക, ഡു എന്ന് പറയുന്നത് സിമ്പിൾ ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. ബി എന്ന് പറയുന്നതിൻ്റെ ഫോം നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. അതേപോലെ ഹാസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുകയുള്ളൂ. ഇത് നമ്മൾ ഓരോ ഇൻസ്റ്റൻസിൽ, അപ്പോൾ ഇത് വരുന്ന ഓരോ വാക്കുകൾക്കും ഓരോ അർത്ഥമുണ്ട്. ഇത് നമ്മൾ ചേർക്കുമ്പോൾ ഒരു കോമൺ അർത്ഥമുണ്ട്. സോ നമ്മളത് ആ ഓരോന്നും മലയാളത്തിൽ വെച്ച് നമ്മൾ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് എളുപ്പത്തിൽ എടുത്ത് തീർക്കാൻ സാധിക്കത്തില്ല. സോ ഓരോന്നായിട്ട് ഇപ്പോൾ ഡൂവിൻ്റെ ഒരു സെക്ഷൻ, ബിയുടെ ഓരോ സെക്ഷൻ, അപ്പോൾ അത് കംപ്ലീറ്റ്. ഇനി ഡു എവിടെയൊക്കെ ഉപയോഗിക്കണം, ഡൂവിൻ്റെ മുഴുവൻ ഉപയോഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്ത് നമ്മൾ ഓരോന്നും ക്ലാസ് തയ്യാറാക്കുന്നുണ്ട്. സോ ആ ക്ലാസ്സുകൾ നിങ്ങൾ മറക്കാതെ കാണുക. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാ അഹവ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.